മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. ലിവർപൂൾ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് നമ്മൾ കേൾക്കുന്നത്. അലക്സാണ്ടർ ഇസാക്കിനെ വിടാൻ ലിവർപൂൾ തീരെ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നമ്മൾ കാണുന്നത്. ന്യൂകാസിലിന്റെ ക്ലബ് റെക്കോർഡ് തുകയായിട്ടുള്ള 120 മില്യൻ്റെ ഒരു പാക്കേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് റെഡിയാക്കി ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ബോള് ന്യൂകാസിലിന്റെ കയ്യിലാണ്. അവര് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇസാക്കിനെ വിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഈ സമ്മറിൽ പുള്ളിയെ വിൽക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സ്റ്റാൻഡ് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവർപൂള് പുള്ളിയെ സൈൻ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ഫ്രാങ്ക്ഫർട്ടിന്റെ സ്ട്രൈക്കർ ആയിട്ടുള്ള ഹ്യൂഗോ എക്കറ്റിക്കക്ക് വേണ്ടിയിട്ട് 80 മില്യന്റെ ഒരു പാക്കേജ് ന്യൂകാസിൽ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഡീല് നടക്കാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവർപൂൾ ചിലപ്പോൾ ഫ്രാങ്ക്ഫർട്ട് പോയിട്ട് ആ ഒരു ഡീല് ഹൈജാക്ക് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ലിവർപൂളിന്റെ കയ്യിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നുകിൽ ഇസാക്കിനെ വാങ്ങിക്കുക, അല്ലെങ്കിൽ എക്കിറ്റിക്ക ഡീല് ഹൈജാക്ക് ചെയ്യുക എന്നുള്ളതാണ്. നോക്കൂ, പ്രീമിയർ ലീഗ് ജയിച്ച ടീം ഒരു പവർ പ്ലേ അല്ലെങ്കിൽ മസിലൊക്കെ ഫ്ലെക്സ് ചെയ്തിട്ട് ആ ട്രാൻസ്ഫർ സ്ട്രാറ്റജി തന്നെ മാറ്റി മറിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എങ്ങനെ ഒരു ടീം ട്രാൻസ്ഫർ മാർക്കറ്റിൽ ബിഹേവ് ചെയ്യണമെന്ന് ലിവർപൂൾ ഒരിക്കൽ കൂടി കാണിച്ചു തരികയാണ്. സാധാരണ കപ്പൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ ഉള്ള ടീമിനെ വെച്ച് എങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് അടുത്ത പ്രാവശ്യം കൂടി തള്ളിപ്പോവുക എന്നുള്ളതിന് പകരം കൃത്യമായിട്ടുള്ള സൈനിങ്, വളരെ ആംബിഷ്യസ് ആയിട്ടുള്ള സൈനിങ് ആണ് സ്ലോട്ടും ബോർഡൊക്കെ ഈ സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേറെ 2 ന്യൂസും ലിവർപൂളിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. ഡാർവിൻ ന്യൂനസിന്റെ കാര്യത്തിലേക്ക് വരാം. നമുക്കറിയാം, നപ്പോളി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഡാർവിൻ ന്യൂനസിനെ സൈൻ ചെയ്യാൻ താല്പര്യമുണ്ട്. ഒരു ഡീല് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി ലിവർപൂളും നപ്പോളിയും തമ്മിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇനി അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഒഫീഷ്യലായിട്ട് നപ്പോളി ലിവർപൂളിനെ അറിയിച്ചിട്ടുണ്ട്. കാരണം ഇറ്റാലിയൻ സ്ട്രൈക്കർ ആയിട്ടുള്ള ലൂക്കയെ 9 മില്യന്റെ ലോൺ ഡീലിലൂടെ ഉദനീസിൽ നിന്ന് നാപ്പോളി സൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡീല് ക്ലോസ് ആയതോടെ എന്തായാലും ന്യൂനസിനെ വാങ്ങാൻ പറ്റില്ല എന്ന് അവർ ഒഫീഷ്യലായിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം, പുള്ളിയുടെ സാലറിയും അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്ന പാക്കേജ് ഒന്നും അവരെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ഇപ്പം ഡാർവിൻ ന്യൂനസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത വർഷത്തെ പ്രൊജക്റ്റിൽ പുള്ളി ഇല്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഓപ്പൺ ആയിട്ട് പുറത്ത് വന്നു കഴിഞ്ഞു. സൗദി ലീഗിൽ നിന്ന് 1-2 ഓഫറുകളുണ്ട്. ഒന്നുകിൽ ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്തിട്ട് സൗദി ലീഗിലേക്ക് പോവുക, അല്ലെങ്കിൽ ലോണിലൂടെ പ്രീമിയർ ലീഗിലോ അല്ലെങ്കിൽ മറ്റൊരു ലീഗിലേക്കോ പോവുക. ഈ ഓപ്ഷൻ മാത്രമേ ഇപ്പോൾ ഡാർവിൻ ന്യൂസിന്റെ കയ്യിലുള്ളൂ. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെവസ്റ്റേറ്റിംഗ് ന്യൂസാണ്. പക്ഷേ ഇനിയും സമയമുണ്ട്. ഒരുപാട് ടീമുകൾ അവസാന നിമിഷം പുള്ളിക്കായിട്ട് വരും എന്നും പ്രതീക്ഷിക്കാം. മറ്റൊരു ന്യൂസ് ലിവർപൂളിന്റെ സൈഡിൽ നിന്നാണ്. നമുക്കറിയാം, ലൂയിസ് ഡിയാസ് ഈ സീസണിൽ ഓപ്പൺ ടു ഗോ എന്ന കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാഴ്സയും ബയണുമാണ് പുള്ളി കൊടുത്തിരുന്ന 2 പ്രയോറിറ്റികൾ. FC ബയണിൽ നിന്ന് ഈ ആഴ്ച ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ബിഡ് വന്നിട്ടുണ്ട്. 67 മില്യൻ്റെ ഒരു പാക്കേജ് ലിവർപൂളിന് സബ്മിറ്റ് ചെയ്തു. പക്ഷേ ലിവർപൂള് ആ ഒരു ഡീല് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സർപ്രൈസിങ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു 67 മില്യൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്തൊരു പാക്കേജാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ആ പാക്കേജ് റിജക്റ്റ് ചെയ്യുന്നുള്ള കാര്യം നമുക്കൊന്നുകൂടി അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഒന്നുകിൽ ഒരു ബിഡിംഗ് ബാറിലേക്ക് കാര്യങ്ങൾ പോകാൻ ചാൻസ് ഉണ്ട്. കാരണം നിക്കോ വില്യംസും ബാഴ്സയുമായിട്ടുള്ള ഡീല് കൊളാപ്സ് ആയ കാര്യം നമുക്കറിയാം. അപ്പോൾ ബാഴ്സയുടെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് ആ ലിസ്റ്റിൽ നോക്കുമ്പോൾ ലൂയിസ് ഡിയാസ് ആണ്. ഇപ്പോൾ ലൂയിസ് ഡിയാസ് ഈ 2 ക്ലബിലേക്ക് പോകാനും ഓപ്പൺ ആണ്. ഈ സമ്മർ മൂവിന് പുള്ളി തയ്യാറുമാണ്. പക്ഷേ ലിവർപൂള് ഇസാക്ക് ഡീല് നടന്നില്ലെങ്കിൽ, ലൂയിസ് ഡിയാസ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സ്ക്വാഡ് ഡെപ്തിനെ ബാധിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു ഡീല് വൈകിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ കുറച്ചുകൂടി പൈസ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ FSGയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് തന്നെ ആയിരിക്കും. അങ്ങനെ 3 കിടിലം അപ്ഡേറ്റ് ലിവർപൂളിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് യുവന്റസിന്റെ സൈഡിൽ നിന്നാണ്. യുവന്റസ് FC പോർട്ടോയിൽ നിന്നും ഫ്രാൻസിസ്കോ കോൺസെസിയോയെ ഒഫീഷ്യലായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ഒരു കിടില സൈനിങ് ആണ്. 30 മില്യൻ്റെ ഒരു പാക്കേജ് കൊടുത്തിട്ടാണ് പുള്ളിയെ കൊണ്ടുവന്നിട്ടുള്ളത്.
4 വർഷം കൊണ്ട് പതുക്കെ ഈ പൈസ കൊടുത്താൽ മതി. പോർച്ചുഗലിൻ്റെ നേഷൻസ് ലീഗിലെ കളിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കോൺസെസിയോയുടെ പെർഫോമൻസ് നിങ്ങളൊക്കെ കണ്ടു കാണും. ഒരു ഓവറോൾ പാക്കേജ് തന്നെയാണ് പുള്ളി. നന്നായിട്ട് ഡ്രിബിൾ ചെയ്യാൻ പറ്റും, ബോക്സിന് പുറത്ത് വെച്ച് സ്കോർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, നല്ല അസിസ്റ്റ് കൊടുക്കും. വർക്ക് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% വർക്ക് റേറ്റ് കൊടുക്കുന്ന പ്ലെയറാണ്. ഇപ്പോൾ യുവൻറ്റസ് പോലുള്ളൊരു ടീമിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി നന്നായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഗിബ്സുമായിട്ട് ഡീല് ഇതുവരെ നടന്നിട്ടില്ല. ഒരു ലീഗൽ ഫൈറ്റിലേക്ക് പോകുന്നുള്ള കാര്യം നമുക്ക് ഇനിയും അറിയില്ല. പക്ഷേ പോസിറ്റീവായിട്ട് അധികം വൈകാതെ ഒരു പുതിയ ഡീലിലൂടെ അത് ക്ലോസ് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ബ്രെൻഫോർഡിൻ്റെ സൈഡിൽ നിന്നാണ്. പഴയ ലിവർപൂൾ പ്ലെയറായിട്ടുള്ള ജോർഡൻ ഹെൻഡർസൺ ഒരു ഇടവേളയ്ക്ക് ശേഷം ബ്രെൻഫോർഡിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. 2 വർഷത്തെ കോൺട്രാക്റ്റാണ് പുള്ളി സൈൻ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഇപ്പോഴും ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയറാണ്. ഒരു സബ്ബൊക്കെ ആയിട്ട് ഒരു 30 മിനിറ്റ്സ് കളിക്കാൻ പറ്റിയ കേപ്പബിലിറ്റി പുള്ളിയിൽ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയുന്നതാണ്. എക്കിറ്റിക്കയുടെ കാര്യം ഒന്ന് പറയേണ്ടതുണ്ട്. പുള്ളി ഈ 2 ടീമുകളുടെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. ന്യൂകാസിൽ ഒഫീഷ്യലായിട്ട് ബിഡ് കൊടുത്തിട്ടുണ്ട്. ലിവർപൂൾ ചിലപ്പോൾ സൈൻ ചെയ്യാൻ വേണ്ടി വരും. എന്തായാലും ഫ്രാങ്ക്ഫർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. ഒരു ഫൈനൽ ബിഡിലായിട്ട് അവരും വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ കൂടുതൽ ട്രാൻസ്ഫർ ന്യൂസുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.